ഇന്നൊരു തകർപ്പൻ ബീഫ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ എല്ലാവർക്കും റാംസ് വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് ഒലത്തിയതാണ്. സോ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബീഫ് ഒലത്തിയത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള 1/2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഏകദേശം ഈ ഒരു പരുവത്തിൽ മാറ്റി വയ്ക്കാം. ഒരു സവാളയും കുറച്ച് ചെറിയുള്ളിയും ആവശ്യമുണ്ട്. അത് നമുക്ക് രണ്ടും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മുടെ ബീഫിലേക്ക് നന്നായിട്ട് വറുത്ത് ചേർക്കേണ്ട തേങ്ങാക്കൊത്ത് വേണം. ഞാനിവിടെ വളരെ കുറച്ച് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. നമ്മുടെ ബീഫ് ഒലത്ത് മസാലയ്ക്ക് കിടിലൻ ടേസ്റ്റ് കൊടുക്കുന്നത് ഒരു വലിയ പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയുമാണ്. ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കി ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഓരോന്നിൻ്റെ അളവ് ചേർക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയാണ്. ഒരു 3 വറ്റൽമുളകും കുറച്ച് പെരിഞ്ജീരകം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം 1 മുതൽ 2 തണ്ട് വരെ കറിവേപ്പില ആവശ്യമാണ്. ഏകദേശം നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് എടുത്തിടാം. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ബീഫിന് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് എല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ കുക്കർ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. കുക്കറിൻ്റെ പ്രഷർ മാറിയ ശേഷം നമുക്കിതൊന്ന് തുറന്ന് അതിൻ്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്യാം. ബീഫിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഈ ബീഫ് കുക്ക് ചെയ്യാൻ വെച്ചത്. നമ്മുടെ ബീഫ് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ടോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് മസാലയൊന്നും ഇല്ലാതെ നമ്മൾ വളരെ കുറഞ്ഞ മസാല മാത്രം ചേർത്തിട്ടുള്ള ഒരു ബീഫാണ്. എനിക്കിത് ഇങ്ങനെ കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം. നോക്കാം. ഉൾഭാഗമെല്ലാം നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് തേങ്ങാക്കൊത്തും കുറച്ചുകൂടി മസാലയും സവാള എല്ലാം ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് വറുത്തെടുക്കാൻ പോകുന്നത്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളിതിലേക്ക് 3 വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഏകദേശം 2 തണ്ട് കറിവേപ്പില വരെ നമുക്ക് ഉപയോഗിക്കാം. നമുക്കിവിടെ 1/2 കിലോ ബീഫ് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കറിവേപ്പിലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് നല്ല രീതിയിലൊന്ന് വഴണ്ട് വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബീഫ് ഒലത്തിന് ഒരു അടിപൊളി ടേസ്റ്റ് ഒക്കെ ഉണ്ടാവൂ. ബീഫ് ഒലത്തിയതിൽ തേങ്ങാക്കൊത്തും മാത്രം എടുത്ത് കഴിക്കുന്ന കുറേ പേരുണ്ടാവും. തേങ്ങ ഒരു പാതി മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. തേങ്ങ നല്ല രീതിയിൽ മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം.
തീ ഒട്ടും കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ സവാള വഴറ്റാൻ കുറേ സമയം എടുത്തു. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. സാധാരണ ഇത്രയും സമയം എടുക്കാറില്ല. സവാള നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തു എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടും. പിന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളം മാറി നമുക്ക് നല്ല രീതിയിൽ തന്നെ വഴണ്ട് കിട്ടും. സവാള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഏകദേശം ഒരു 2 മിനിറ്റ് സമയം നമുക്കിതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ബീഫിലെ വെള്ളം മാത്രം ഈ മസാലയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം വെള്ളമൊന്നുമില്ല, എന്നാലും മസാലയെല്ലാം ഒരു ചെറുതായിട്ടൊരു ഗ്രേവി പരുവായിട്ട് കിട്ടും. വളരെ കുറച്ച് ഗ്രേവി മാത്രമേ ഇതിലുള്ളൂ. അത് ഇളക്കി നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായിക്കോളും. ബീഫിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഏകദേശം ഒന്ന് വറ്റി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ബീഫിൽ മസാല പിടിക്കുന്ന ഒരു ചെറിയൊരു ഗ്രേവി പരുവത്തിലേക്ക് മാത്രം ഇത് എത്തിക്കാൻ പറ്റില്ല, ഒരുപാടങ്ങ് വറ്റിച്ചു പോരും. നമ്മുടെ മസാല ഗ്രേവിയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് അടച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് സമയം വരെ നമ്മളിങ്ങനെ അടച്ചിട്ട് വേവിക്കണം. ഓരോ 5 മിനിറ്റിലും തുറന്നു നോക്കിയാലും മതി. ഏകദേശം 2ാമത് തവണ നമ്മൾ ഇളക്കാൻ വേണ്ടി തുറന്ന സമയത്ത് തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി എല്ലാം വറ്റിപ്പോയി, വെള്ളത്തിൻ്റെ അംശമൊന്നും കാണുന്നില്ല. ഇപ്പോൾ ആ മസാലയെല്ലാം ബീഫിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എത്ര സമയം ബീഫ് ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുന്നോ അത്രയും സമയം അതിൻ്റെ ടേസ്റ്റ് കൂടിയാണ് വരുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം തരും എന്ന് പറയുന്ന പോലെ എത്രത്തോളം ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ബീഫ് വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് കൂടും. ഞാനിവിടെ ഏകദേശം 20 മിനിറ്റോളം ബീഫ് കുക്ക് ചെയ്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കുമ്പോൾ നമ്മുടെ ബീഫ് ഒലത്ത് റെഡി. അങ്ങനെ നമ്മുടെ ബീഫ് ഒലത്തിയത് റെഡിയാണ്. സംഭവം എൻ്റെ കയ്യിലുണ്ട്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പീസ് എടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ നല്ല പോലെ വറുത്ത് വന്നിട്ടുണ്ട്. അവിടെ തേങ്ങാക്കൊത്ത് എടുക്കാം. മസാലകളെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മളധികം എരിവൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ബീഫ് ഒലത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.